രാഹുൽ വിജയൻ കൂടി ചേരുന്നു. രാഹുൽ, ഇന്നലെ വി ഡി സതീശൻ പി ജോസഫ് ചർച്ച ഉണ്ടായിരുന്നു. ആലുവ പാലസിന്റെ ഗേറ്റ് കടന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും സെറ്റായി എന്നുള്ളതാണ്. തൊട്ടു പിന്നാലെ വന്ന് പി ജോസഫ് പറഞ്ഞു ഒരു കാര്യവും സെറ്റായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പരിഹരിക്കാൻ ഏറ്റുമാനൂർ ഇടുക്കി സീറ്റ് അടക്കം ഇപ്പോഴും ഇനി ആകെ 23 ദിവസമേ ബാക്കിയുള്ളൂ. പരിഹരിക്കാതെ കിടക്കുകയാണ്. എപ്പോൾ പരിഹരിക്കുമെന്നാണ് ഇരു കക്ഷികളുടെയും ആലോചനാ ധാരണ? രാഹുൽ, ഹാഷ്മി, ഉടൻ പരിഹാരം എന്നുള്ളതാണ് പി ജെ ജോസഫ് ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്യും. നമുക്കറിയാം, പണ്ട് മുതൽ തന്നെ UDF-ൽ കേരള കോൺഗ്രസുകൾ, അത് ഏതെങ്കിലും കേരള കോൺഗ്രസുകൾ എപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട്. ഇത്തവണ എന്തായാലും ജോസഫ് ഗ്രൂപ്പ് അത്തരമൊരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 10 സീറ്റുകളിൽ തന്നെ കേരള കോൺഗ്രസിന് മത്സരിക്കണമെന്നുള്ള ആവശ്യം അവർ ശക്തമായി മുന്നോട്ട് വെക്കുന്നു. എന്നാൽ 10 സീറ്റ് കൊടുക്കാൻ കഴിയില്ല. 8 സീറ്റിൽ ധാരണയാകണം. ബാക്കി 2 സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇതിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. പല കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല പരസ്യ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മറികടക്കാൻ വേണ്ടിയുള്ള ചർച്ചകളാണ് ഇന്നലെ വൈകിട്ട് ആലുവയിൽ നടന്നത്. പക്ഷേ അതിലും ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ധാരണയിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഏറെക്കുറെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്, ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാൻ ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത്. ഏറ്റുമാനൂർ സീറ്റിൽ ഇപ്പോഴും ഒരു തർക്കം തുടരുകയാണ്. സഭയുടെ ഒരു പിന്തുണ കേരള കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ആ സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകുന്നത് ഉടനെ ഉണ്ടാകില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നാളെയും മറ്റന്നാളുമായിട്ട് കേരള കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടേക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ആലുവയിൽ നടന്ന ചർച്ചയിൽ ചില ഉപാധികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു കൂട്ടരും വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് 5 സീറ്റിൽ കേരള കോൺഗ്രസ് ജയിക്കുകയും അതുപോലെ തന്നെ UDF അധികാരത്തിൽ വരികയുമാണ് എങ്കിൽ 2 മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ജോസഫ് ഗ്രൂപ്പിന് നൽകേണ്ടി വരും എന്നുള്ളൊരു നിബന്ധന വി ഡി സതീശന് മുമ്പിൽ ജോസഫ് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊരു തീരുമാനം ഇന്ന് ഡൽഹിയിൽ ഹൈക്കമാൻഡിൽ നടത്തുന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്തരമൊരു ഉറപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ ഈ ഇടുക്കി സീറ്റും അതുപോലെ തന്നെ ഏറ്റുമാനൂർ സീറ്റും വിട്ടുകൊടുത്തു എന്നുള്ള പ്രഖ്യാപനം കേരള കോൺഗ്രസ് ജോസഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപാധിയുണ്ട്. എല്ലാ തരത്തിലുള്ള ധാരണയും പാലിക്കപ്പെടുകയാണ് എങ്കിൽ തൊടുപുഴയിൽ പി ജെ ജോസഫ് തന്നെ മത്സരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതായത് നിലവിൽ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അബു ജോൺ ജോസഫിനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊടുപുഴയിൽ. അത് മാറി ജോസഫ് തന്നെ മത്സരിക്കേണ്ടി വരും എന്നുള്ളതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.